ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഫൈസി, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത സയ്യിദ് ഷഫീഖ് അലി ശിഹാബ് തങ്ങൾ, വേദിയിലിരിക്കുന്ന നബി കുട്ടിയാനം, മറ്റു പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഖിദ്മത്തുൽ ഇസ്ലാം സംഘത്തിൻ്റെ മതപ്രഭാഷണ പരമ്പരയുടെ അവസാന ദിവസമാണ് ഇന്ന്. 7 ദിവസത്തോളമുള്ള മതപ്രഭാഷണം ഇവിടെ നടന്നു കഴിഞ്ഞു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം മതപ്രഭാഷണങ്ങളും ആഘോഷങ്ങളും ഉത്സവങ്ങളും മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. കാസർഗോഡ് ജില്ലയിൽ ജോലി ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ട് ഏതാണ്ട് 5 മാസം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ഈ 5 മാസത്തിനിടയിൽ കാസർഗോഡ് ടൗണിലും പരിസരങ്ങളുമായി ഏതാണ്ട് 100 കണക്കിന് ഉത്സവങ്ങൾക്കും അതുപോലെ തന്നെ പള്ളികളുടെ ആഘോഷങ്ങൾക്കും അകമ്പടി നൽകാനുള്ള അവസരം എനിക്ക് ലഭിക്കേണ്ടതായിരുന്നു. ഇത്രയധികം ഉത്സവങ്ങളും ആഘോഷങ്ങളും നടക്കുന്ന മറ്റൊരു ജില്ല കേരളത്തിലില്ല. പക്ഷേ ദുഃഖകരമായിട്ടുള്ള ഒരു സത്യമെന്ന് പറയുന്നത്, ഇത്രയൊക്കെ ഉത്ബോധനങ്ങളും ആഘോഷങ്ങളും മതപരിപാടികളും ധാർമ്മിക ബോധനങ്ങളും നടന്നിട്ടും നമ്മുടെ നാട്ടിലുള്ള അത്ര കുറ്റകൃത്യങ്ങൾ മറ്റു ജില്ലകളിലില്ല എന്നുള്ള ദുഃഖസത്യം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ ധാർമ്മികമായിട്ടുള്ള ഉത്ബോധനങ്ങൾ അത് ഏത് മതങ്ങളിൽപ്പെട്ടതാകട്ടെ, ആ ഉത്ബോധനങ്ങളും തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എല്ലാ മതങ്ങളും നല്ലത് മാത്രമാണ് കൽപ്പിക്കുന്നത്. തിന്മയെ തടയുകയും തിന്മയെ തടയുകയും നന്മ കൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മതങ്ങളുടെ ധർമ്മം. ഇസ്ലാം മതത്തിലും പറയുന്നത് തന്നെയാണല്ലോ, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ തന്നെ മതം ഉദ്ഘോഷിക്കുന്നത്. മറ്റു മത ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും അവിടെയും കാണുന്നത് അതുപോലെ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ മത ഉത്ബോധനങ്ങളൊന്നും തന്നെ, അവരുടെ വിശ്വാസങ്ങളും ഒന്നും തന്നെ അവരുടെ ജീവിതങ്ങളെ സ്വാധീനിക്കാതിരിക്കുന്നത്? നാം ചെറുപ്പം മുതലേ മദ്രസകളിൽ നിന്നും നമ്മുടെ പാഠശാലകളെ കുറിച്ചും മതത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും പുണ്യത്തെക്കുറിച്ചും എല്ലാം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതം അതുമായി ഒരു ബന്ധവുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോവുകയാണ്. ഇവിടെ മതം എന്നുള്ളത് ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വസ്തുവായി മാറിയിരിക്കുന്നു. ഓരോ മതസ്ഥരും തങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുന്നതിനും തങ്ങളുടെ അംഗബലവും തങ്ങളുടെ തിണ്ണബലവും തങ്ങളുടെ സാമ്പത്തിക യശസ്സും പ്രശസ്തിയും കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആഘോഷം ഉത്സവമാക്കി നമ്മുടെ ജില്ലക്കാർ മതത്തെ മാറ്റിയിരിക്കുന്നു എന്നുള്ളൊരു ദുഃഖസത്യമാണ്. മതത്തിന്റെ ഉത്ബോധനങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് യേശുന്നില്ല. പലിശ നിഷിദ്ധമാക്കിയ മതം എത്ര പേരിതിൽ പലിശയില്ലാത്തവരെ ഉണ്ട് എന്നുള്ളത്, അതുമായി ബന്ധപ്പെടാത്തവരുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. എന്തിനേറെ പറയുന്നു, പരിശുദ്ധ ഖുർആൻ ഒരു വട്ടം ഒരാവർത്തി ജീവിതത്തിൽ വായിച്ച എത്ര പേർ, അത് അർത്ഥം മനസ്സിലാക്കി പാരായണം ചെയ്ത എത്ര പേർ നമ്മോടൊപ്പമുണ്ട് എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം ഒന്നും ഉണ്ടാവില്ല. അതുപോലെ മറ്റു മതങ്ങളിൽ ചോദിക്കുകയാണെങ്കിൽ രാമായണവും ഗീതയും ബൈബിളും വായിച്ചിരിക്കുന്ന എത്ര അമുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളും ക്രിസ്ത്യൻ സഹോദരങ്ങളും ഉണ്ട് എന്ന് ചോദിച്ചാലും അതിന് ഉത്തരം നിഷ്ഫലമായിരിക്കും. അപ്പൊ ഈ മതഗ്രന്ഥങ്ങളെല്ലാം തന്നെ അവരുടെ വീടുകളിലെ ഉള്ളറകളിൽ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള അത്ഭുത വസ്തുക്കളായി മാറിയിരിക്കുന്നു. പക്ഷേ നമ്മോട് പഠിപ്പിച്ചിരിക്കുന്ന ഈ മതഗ്രന്ഥങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ പകർത്തിയിരിക്കുന്ന മഹാന്മാരാണ് നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കിടയിൽ പരസ്പരമായിട്ടുള്ള വിദ്വേഷം ഉണ്ടായിരുന്നില്ല. ഒരു മുസ്ലിം സഹോദരനെ ഹിന്ദു സഹോദരനെ കാണുമ്പോൾ വൈരാഗ്യം ഉണ്ടായിരുന്നില്ല. പരസ്പരം തോളിൽ കൈയിട്ടുകൊണ്ട് ഒരുമയോടുകൂടി നീങ്ങുന്ന ചരിത്രമാണ് ഇസ്ലാമിന്റെയും ക്രിസ്ത്യാനികളുടെയും അതുപോലെ തന്നെ ഹിന്ദു മതക്കാരുടെയും ഇടയിലുള്ളത്. എന്തിനേറെ പറയുന്ന മതങ്ങൾ തമ്മിൽ പരിശോധിക്കുകയാണെങ്കിൽ ഹിന്ദു ദർശനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന അതേ വാക്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഖുർആനിലും മറ്റു മതഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയുന്നത്. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് എല്ലാവരെയും അതാത് യുഗങ്ങളിൽ ഈ യുഗപുരുഷന്മാരെ അയക്കുന്നെന്ന് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ കാണുന്നു. അത് തന്നെ അതിന്റെ അർത്ഥമില്ലാത്ത, അതിന്റെ തനി അർത്ഥം അറബി ഭാഷയിൽ കാണാം നമുക്ക്. ഖുർആനിൽ അതിനെ തന്നെ പറയുന്നത് തുഖ്രിജു മിനദ്ദുലുമാത്തി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള ഒരു ചോദനവുമായിട്ടാണ് ഇസ്ലാം മതത്തെ കാണുന്നത്. അത് തന്നെയാണല്ലോ തമസോമ ജ്യോതിർഗമയ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതാത് മതങ്ങളിലെ മതഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോകാൻ എല്ലാ സഹോദരനും തയ്യാറായാൽ ഇവിടെയുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടി കഴിയും എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയണം. അപ്പൊ അത്തരത്തിലുള്ള ഈ ഉത്ബോധനങ്ങൾ
അതുപോലെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. അസ്സലാമു അലൈക്കും.